Leeander Dominic garage-il innu ഞാൻ നിങ്ങളെ കാണിക്കുന്നു എങ്ങനെ നമ്മുടെ Honda Hornet-ന്റെ കാർബറേറ്ററിനെ ക്ലീൻ ചെയ്യാം. എൻ്റെ പേര് Leeander Dominic. Leeander Dominic garage-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്ക്. കാർബറേറ്റർ ക്ലീനിങ്ങിന് ആവശ്യമായ ടൂൾസ്: പ്ലെയർ, സ്റ്റാർ, സ്ക്രൂ ഡ്രൈവർ, 15 സൈസ് സ്പാനർ, ബ്രഷ്, ഡീസൽ, റെഡ് ക്ലോത്ത്സ്. ടൂൾസ് എല്ലാം റെഡി ആണെങ്കിൽ നമുക്ക് ജോബ് തുടങ്ങാം. സ്റ്റെപ്പ് 1, സൈഡ് കവർ നീക്കം ചെയ്യുക. ഹോർനെറ്റിൻ്റെ കാർബറേറ്റർ കാണണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് കവർ തുറക്കണം. അതിനായിട്ട് ഒരു സ്ക്രൂവും പിന്നെ 2 പിന്ന് തുറക്കണം. സ്റ്റെപ്പ് 2, ബൈക്കിൽ നിന്ന് കാർബറേറ്റർ നീക്കം ചെയ്യുക. കാർബറേറ്റർ പുറത്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ 2 ക്ലാമ്പ് ലൂസ് ചെയ്യണം. പിന്നെ ആക്സിലറേഷൻ കേബിളിൻ്റെ ഈ സ്ക്രൂസ് തുറക്കണം. ഡ്രെയിൻ, ഫ്യൂൽ ഇൻലെറ്റ് ട്യൂബ് കാർബറേറ്ററിൽ നിന്ന് തുറന്നു മാറ്റണം. പതിനഞ്ച് സൈസ് സ്പാനർ വെച്ച് ചോക്ക് കേബിൾ തുറന്നു മാറ്റണം. സ്റ്റെപ്പ് 3, കാർബറേറ്റർ പൊളിക്കുക. കാർബറേറ്റർ കയ്യിൽ കിട്ടിയതിന് ശേഷം കാർബറേറ്ററിനെ ഡിസ്മാൻഡിൽ ചെയ്യണം. അതിനായിട്ട് ആദ്യം ഈ 3 സ്ക്രൂ തുറന്നാൽ നമുക്ക് ബോട്ടം ക്യാപ്പ് തുറക്കാം.
നമുക്ക് ഫ്ലോട്ട്, പൈലറ്റ് ജെറ്റ് പിന്നെ മെയിൻ ജെറ്റിനെ തുറക്കാൻ പറ്റും. സ്റ്റെപ്പ് 2-ൽ നമുക്ക് ഫ്യൂൽ ലൈൻ ഊരാൻ പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പം ഊരി മാറ്റാം. മിക്സർ സ്ക്രൂ കാർബറേറ്ററിൻ്റെ മുഖ്യമായ സ്ക്രൂ ആണ്. ഇതിൻ്റെ തുറക്കുന്നതിനായിട്ട് മുമ്പ് ഇതിൻ്റെ ഫുൾ ക്ലോസ് ചെയ്യാനുള്ള ടേൺസിൻ്റെ എണ്ണം നമുക്ക് നോട്ട് ചെയ്യണം. ശേഷം സ്ക്രൂവിനെ നമ്മൾ അഴിച്ചും എടുക്കുന്നതായിരിക്കും. ഇനി ഈ 2 സ്ക്രൂ തുറന്നാൽ കാർബറേറ്ററിന്റെ ടോപ്പ് ക്യാപ്പ് തുറക്കാം. സ്റ്റെപ്പ് 4 കാർബറേറ്റർ ഘടകങ്ങൾ വൃത്തിയാക്കുക. കാർബറേറ്ററിനെ ഡിസ്മാൻഡിൽ ചെയ്തതിനു ശേഷം ഡീസൽ വെച്ച് ഇതിന്റെ പാർട്സ് നമ്മൾ ക്ലീൻ ചെയ്യും. സ്റ്റെപ്പ് 5 കാർബറേറ്ററിൻ്റെ അസംബ്ലി. കാർബറേറ്ററിൻ്റെ പാർട്സ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അസംബ്ലി ചെയ്യാം. ആദ്യം ഡയഫ്രം പിന്നെ സ്പ്രിങ്ങിന് ഇട്ടതിന് ശേഷം നമുക്ക് ടോപ്പ് ക്യാപ്പ് സ്ക്രൂ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മിക്സർ സ്ക്രൂവിനെയാണ് ട്യൂൺ ചെയ്യേണ്ടത്. ആദ്യം സ്ക്രൂവിനെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യണം. എന്നിട്ട് സ്റ്റെപ്പ് 3-ൽ നോട്ട് ചെയ്ത ടേൺസിൻ്റെ എണ്ണം നമ്മൾ സ്ക്രൂവിനെ ട്യൂൺ ചെയ്യാം.
നമ്മളിനി പൈലറ്റ് ജെറ്റ് പിന്നെ മെയിൻ ജെറ്റിനെ പിടിപ്പിക്കും. ഫ്ലോട്ട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നീഡിലിനെ ഫ്ലോട്ടിൽ പ്ലേസ് ചെയ്യണം. ഇഞ്ച് നീഡിൽ വെച്ച് ഫ്ലോട്ടിനെ ലോക്ക് ചെയ്യാം. എന്നിട്ട് ബോട്ടം ക്യാപ്പിനെ പൂട്ടും. സ്റ്റെപ്പ് 6 കാർബറേറ്റർ തിരികെ വെക്കുക. കാർബറേറ്റർ വൃത്തിയായതിനു ശേഷം നമ്മൾ കാർബറേറ്റർ ഹോർനെറ്റിൽ തിരിച്ച് കണക്ട് ചെയ്യും.